Hello. So she introduce her. This is Sarayu. Come. ಉಂಟದಲ್ಲ ಮೆಮರಿ ಈಗ. Who is she? She is my childhood friend from LKG, and now they are friends, right? Come. ಉಂಟದಲ್ಲ ಮೆಮರಿ ಈಗ. Welcome to our channel. More for Champs. ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ ഷാർജയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷാർജയിൽ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് വർക്ക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ആദ്യം ഞങ്ങൾ പോകുന്നത് കുഞ്ഞൻ്റെ ഡെൻ്റൽ ക്ലിനിക്കിലാണ്. അപ്പോൾ ഇന്നാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. ഫ്രം KG തൊട്ട് ഞങ്ങൾ 10th വരെ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഇന്ന് അവളുടെ മോളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതാണ്. സോ അവളുടെ കൂടെ ഇന്ന് കുറച്ച് ടൈം സ്പെൻഡൊക്കെ ചെയ്ത് ഞങ്ങൾ ഇന്ന് തന്നെ റിട്ടേൺ ചെയ്യും. സോ സ്റ്റേ ട്യൂൺ വിത്ത് അവർ ചാനൽ മോർ ഫോർ ചാൻസ്. സോ എന്തു പറയുന്നു, എല്ലാവരും അടിപൊളിയായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന വഴി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും അല്ലേ. നമ്മുടെ ദുബായിലെ ഷെയ്ഖ് സായിദ് റോഡാണ് കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ ഷാർജയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് ദീപു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അവർ ദുബായിൽ ഹോട്ടലിലാണുള്ളത് ഇപ്പോൾ. അപ്പോൾ ഞാൻ കുഞ്ഞന് ഡെൻ്റൽ ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഷാർജയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മോർണിംഗ് പിക്ക് ചെയ്തിട്ട് നമ്മൾ ഡെൻ്റൽ ക്ലിനിക്കിലെത്തി. സോ കുഞ്ഞൻ്റെ ഡെൻ്റൽ ചെക്കപ്പൊക്കെ കഴിഞ്ഞു. സോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി നേരെ ദീപുവിനെ കാണാനായിട്ട് പോകും കേട്ടോ. ഞങ്ങളിപ്പോൾ ഡെൻ്റൽ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വന്നേക്കാണ്. സോ ഞാനിപ്പോൾ ക്യാരി ഫോറിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എനിക്ക് ഈ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് പറഞ്ഞാൽ കുറേയേറെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഉണ്ട്. ദീപു എനിക്ക് വൺ ഓഫ് മൈ ക്ലോസ് ഫ്രണ്ടാണ്, വൺ ഓഫ് മൈ ബെസ്റ്റ് ബഡി ഫ്രം ചൈൽഡ്ഹുഡ്. അപ്പോൾ അത്ര നാൾ തൊട്ട് KG തൊട്ട് ഇത്ര വരെ നമ്മളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദറ്റ് ഈസ് സംതിങ് സ്പെഷ്യൽ ഫോർ മീ, ആൻഡ് ഇറ്റ്സ് എ ബ്ലെസ്സിങ് ടു ഹാവ് സച്ച് ഫ്രണ്ട്സ് ഇൻ ലൈഫ്. ഞങ്ങളിപ്പോൾ ഡെൻ്റൽ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് കുഞ്ഞാമ്പൂനെയും ദൃശ്യനെയും വീട്ടിലാക്കിയിട്ട് ക്യാരി ഫോറിൽ വന്നേക്കാണ് കേട്ടോ. ക്യാരി ഫോറിന് നമുക്ക് ദീപുവിൻ്റെ മോൾക്കൊരു ഡ്രസ്സ് എടുക്കാം, എന്നിട്ട് നമുക്ക് ദീപുവിൻ്റെ അടുത്തേക്ക് പോവാം. ദീപുവിൻ്റെ മോളുടെ പേരറിയോ കുഞ്ഞന്? സരയു. വാട്ട്സ് ഹർ നെയിം? സോ സരയു, നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോയാലോ? ഓക്കേ, ലെറ്റ്സ് ഗോ. സോ ഞങ്ങളങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ചു പോവാണ് കേട്ടോ. എനിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് സൈസിൻ്റെ കാര്യത്തിൽ വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും മോളുടെ ഒരു ഹൈറ്റും പേഴ്സണാലിറ്റി തന്നെയാണ് ആ കുട്ടിയുടെയും. സോ അങ്ങനെ നമ്മൾ ദീപുവിൻ്റെ അടുത്തെത്തി. നമ്മൾ കൂടെ എല്ലാവരും കൂടെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. സോ ഇവിടുത്തെ അറബിക് ഡിഷസ് ഒന്നും അവർ കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ മദ്ബിയാണ് അന്ന് കഴിച്ചത്. സോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ്, ഓൾമോസ്റ്റ് അവരുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡേ ടു ഡേയിലൊക്കെ പോയിട്ട് കീ ചെയിൻസ്, മാഗ്നറ്റ്സ്, അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കുറേ ടോയ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള
പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ട് അത്തർ ഷോപ്പിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെർഫ്യൂംസൊക്കെ അങ്ങനെ മിക്സാക്കി കൊടുക്കുന്ന അവിടെ. പിന്നെ എൻ്റെ ബ്രദറിനൊരു ഫ്ലവർ പോട്ട് വാങ്ങിച്ചു. അതുപോലെ ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഇവിടെ ഒരു ഫ്രൈഡേ മാർക്കറ്റ് കണ്ടിരുന്നു കേട്ടോ. കരാമയിൽ ഒരു ഫ്രൈഡേ മാർക്കറ്റ്, കരാമ ഫ്രൈഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേയേറെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറേ ഹാൻഡ് ബാഗ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് ഹാൻഡ് ബാഗ്സ് ഒക്കെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തു കേട്ടോ. അങ്ങനെ ഈ മാർക്കറ്റും നിങ്ങളൊന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് കരാമ മാർക്കറ്റ്. നിങ്ങൾക്ക് കാണാം ഇത് ഓപ്പൺ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. നമ്മളിങ്ങനെ റോഡ് സൈഡിൽ കൂടെ നടക്കുമ്പോൾ കണ്ടതാണ് ഈ മാർക്കറ്റ്. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഈ കരാമ മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ലൈക്ക് കുറേ ഹാൻഡ് ബാഗ്സ്, വാച്ചസ്, ജ്വല്ലറീസ്, ഡ്രസ്സസ്, അങ്ങനത്തെ കുറേ ഐറ്റംസാണ് ഈ ഒരു മാർക്കറ്റിൽ ഞങ്ങൾ കണ്ടിരുന്നത്. പിന്നെ കളിക്കാനായിട്ട് ഒരു പ്ലേ ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ്, ഇതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഫുഡ് കോർട്ട് പോലെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ ഫ്രൈഡേ മാർക്കറ്റാണ് കേട്ടോ ഈ കരാമയിലുള്ളത്. സോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ദീപു സ്റ്റേ ചെയ്യുന്ന ബർദുബായിൽ നവോട്ടലിൽ പോയി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഷാർജയിൽ നിന്നാണ് ദീപു റിട്ടേൺ പോകുന്നത്. അപ്പോൾ അവിടെ എൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ ഡിന്നറൊക്കെ കഴിച്ച് അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് അവർ തിരിച്ചു പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലെത്തി. സരയും കുഞ്ഞനും കൂടെ നല്ല കളിയായിരുന്നു. ഇവർ നന്നായി കണക്റ്റായി. എന്താണെന്നറിയില്ല, ഇവരുടെ പല ടേസ്റ്റും ഒന്നായിരുന്നു. ലൈക്ക് ബുക്ക് വായിക്കുക, അതുപോലെ തന്നെ എന്താ പറയുക, കുറേ ഗെയിംസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് നല്ല കളിയായിരുന്നു കേട്ടോ, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. സോ നമ്മളുടെ ഫുഡ് വന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ സെർവ് ചെയ്യായിരുന്നു. സോ നമ്മൾ നൈറ്റ് മിക്സ് ഗ്രില്ലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കഴിച്ചത്. അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസം തന്നെയായിരുന്നു. ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ ഒന്നിച്ച് ഒരു 1 ഡേ ഫുൾ സ്പെൻഡ് ചെയ്ത ഒരു സൂപ്പർ ഡേ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് അവരെ നൈറ്റ് നിധി കൊണ്ടാക്കി ഞങ്ങൾ അവിടെ തന്നെ അന്ന് നിന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ അബുദാബിയിലേക്ക്. തിരിച്ചു പോകുന്ന വഴി നമ്മൾ സഫാരി മാളിലൊന്ന് കയറിയിട്ടോ. സഫാരി മാളിൽ കയറി ഗ്രോസറീസൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു 4 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഒപ്പം എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ അടിപൊളിയായി എൻജോയ് ചെയ്ത ഈ ദിവസം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് ശ്രീദേവി സൈനിങ് ഓഫ് വിത്ത് യുവർ